ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ ഏർപ്പാടാക്കിയ അഡ്വക്കേറ്റ് അത്ര നിസ്സാരക്കാരിയല്ല. ഏറ്റെടുത്ത കേസിൽ ഒന്നുപോലും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതേ ചെറിയ ക്രെഡിറ്റ് ഒന്നും അല്ലല്ലോ. രാധിക ഈ അപകടത്തിൽ നിന്ന് പുറത്തു വരും. അവള് പാടാൻ തുടങ്ങിയപ്പോ, അവളുടെ പാട്ടിനെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോ ഞാൻ ആഗ്രഹിച്ചിരുന്നു വാർത്തകളിലൊക്കെ അവള് നിറഞ്ഞു നിൽക്കണമെന്ന്. ആളുകളുടെ ചർച്ചകൾ അവളെ കുറിച്ച് മാത്രമാവണമെന്ന്. എന്നിട്ട് സംഭവിച്ചത് കണ്ടില്ലേ? ഓൺലൈനിലും മീഡിയാസിലൊക്കെ നിത്യേന പുതിയ പുതിയ കഥകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക എന്റെ മോളെ പറ്റി. അവരെ കുറിച്ച് പറയാതിരിക്കുന്നതാ ഭേദം. അവർക്കാരുടെ സ്വകാര്യതയൊന്നും ഒരു പ്രശ്നമല്ല. വിറ്റുപോകുന്ന കാര്യങ്ങൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ മോളൊന്ന് പുറത്തു വരട്ടെ എടുത്തേ. എന്നിട്ട് ഈ മീഡിയാസിനെ മുഴുവൻ ഞാൻ വിളിച്ചു കൂട്ടും. അവരവളെ കുറിച്ച് എഴുതിയ ഓരോ വാചകവും തിരുത്താൻ ഞാൻ ആവശ്യപ്പെടും. ഓക്കെ ശ്യാമവാ. എടുത്ത് എന്നെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കരുത്. ഞാനൊരു വ്രതം എടുക്കുക. എന്റെ മോള് ജാമ്യം കിട്ടി പുറത്തു വന്നാലേ ഞാനിത് അവസാനിപ്പിക്കൂ. ഞാൻ സമ്മതിക്കില്ല ശ്യാമ. ഒരു വ്രതം എടുക്കാനുള്ള ആരോഗ്യ ശ്യാമയുടെ ശരീരത്തിന് ഇല്ല. എന്റെ മനസ്സിനുണ്ട് എടുത്തേ. എന്റെ മോള് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാനങ്ങ് തീർന്നു പോട്ടെ എടുത്തേ. ഈശ്വര, ഇതെന്റെ തീരുമാനോ? എന്റെ ദൈവത്തിനോടുള്ള നേർച്ചയോ? എന്റെ മോള് തിരിച്ചെത്തിയേ പറ്റൂ. ചേച്ചി, കുഞ്ഞുനാളും മുതൽ എല്ലാം എനിക്ക് വേണമെന്ന് വാശി പിടിച്ചിട്ട് അതൊരു ശീലമായിട്ട് മനസ്സിൽ വളർന്നുപോയി. അവിടെ നിങ്ങളുടെ ആരുടെയും ശരിക്കുള്ള സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ല. മോളെ, ചേച്ചി എന്തിനാ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്? കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനല്ലേ പറയേണ്ടത്? ചേച്ചി പറഞ്ഞ ഭഗവാൻ കേൾക്കുമല്ലോ. എത്ര കടുത്ത ശിക്ഷ കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. ഞാനിനി ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും ചേച്ചിയെ വേദനിപ്പിക്കില്ല. അയ്യോ മോളെ, എന്നോട് പൊറുക്ക്. എന്നെ ശപിക്കില്ല ചേച്ചി.